ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 12ാം ദിനവും തുടരുന്നു. ഗംഗാവലി നദിയിൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ എത്തിച്ച് ഡീപ് ഡൈവിംഗ് നടത്താൻ നീക്കം. പുഴയിലെ ജലനിരപ്പ് ഉയരുന്നത് ദൌത്യത്തിന് തിരിച്ചടിയാണ്. മന്ത്രി എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ദുരന്ത ഭൂമിയിലുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആധുനിക സൗകര്യങ്ങളോടെ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 24നോട് പറഞ്ഞു. ഫാൻഡൂൺ, അതായത് ചങ്ങാടം പോലെ ഡൈവേഴ്സിന് നിന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സംവിധാനമാണ് നോക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, ശ്രീ രാജ്നാഥ് സിംഗിന്. നേവിയുടെ നല്ല മികച്ച ടീം പലയിടങ്ങളിലുണ്ട്. ഫോർ എക്സാമ്പിൾ വിശാഖപട്ടണം, അതല്ലെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ മറ്റിടങ്ങൾ. അപ്പോൾ നേവിയുടെ മറ്റ് നല്ല സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീമിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടക സർക്കാർ ചെയ്തു കഴിഞ്ഞെന്ന് എം കെ രാഘവൻ MP പറഞ്ഞു. ഇപ്പോഴ് ഈ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ കർണാടക ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. അവർ 4 പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. 4 പോയിൻ്റ്. ആ 4 പോയിന്റിൽ ലോറി ഉൾപ്പെടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കിക്കൊണ്ട് ആളുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം. ഷിരൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ, അരുൺ പൂപ്പറമ്പ, ശ്രീകാന്ത്, അരുൺ പാറയ്ക്കൽ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യമേ ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, 12ാം ദിനം ഏത് തരത്തിലേക്ക് തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടതിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഫ്ലോട്ടിംഗ് പോയിന്റൂൺ എത്തിക്കുന്നതിലടക്കം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അനിശ്ചിതത്വമുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ ഇന്ന് ഏത് രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു? ഹനിജ, അർജുൻ എവിടെ? ഈ ചോദ്യത്തിന് 12ാം ദിവസവും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ ലോറി കിടക്കുന്ന സ്ഥലം, എക്സാക്റ്റ് ലൊക്കേഷൻ, അത് കൃത്യമായി എവിടെയെന്ന് ചോദിച്ചിട്ടും അതിനും ഒരു വ്യക്തതയില്ല. സ്പോട്ട് 3-ലുണ്ട് എന്നൊരു ഭാഗികമായ ഒരു മറുപടി മാത്രമാണ് കിട്ടുന്നത്. നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി സംഭവിച്ച കാര്യം, ഈ മാൽപ്പയിൽ നിന്നും ഈശ്വർ മൽപ്പ എന്ന സ്കൂബ ഡൈവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ കർണാടകയിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ രക്ഷാദൗത്യം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളയാളാണ് എന്ന് അവകാശപ്പെടുന്നു. ഏതാണ്ട് 1000-ലധികം ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചത്. ഈ ദൗത്യ മേഖലയിലേക്ക് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ 5 സ്പോട്ടുകൾ ഇതിനോടകം ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിനും സംഘത്തിനും നൽകിയിട്ടുണ്ട്. ഈ 5 സ്പോട്ടുകളിലായിരിക്കും അവർ പരിശോധന നടത്താൻ പോകുന്നത്. 8 അംഗ സംഘമാണ് ഈ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ളത്. അവർ പറയുന്നത് അവർ ഈ നദിയിലേക്ക് പോകും, ബോട്ടിലായിരിക്കും പോകുന്നത്. അവിടെ ആങ്കർ ചെയ്ത് നിർത്തും ഈ പോകുന്ന ബോട്ട്. ശേഷം അവിടെ കയറിലോ മറ്റ് വടത്തിലോ ഏതിലെങ്കിലും തൂങ്ങി അടിയിലേക്ക് പോയി കമ്പി കൊണ്ട് കുത്തി ഇരുമ്പിന്റെ സാന്നിധ്യ അംശം അതുണ്ടോ എന്ന് പരിശോധിക്കും. അത് ലോറിയുടേതിന് തുല്യമായ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയുണ്ടായത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്കൂബ ടീം ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം, നിലവിൽ നേവി അടക്കം ഇവിടെയുണ്ട്, അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് നിലവിലുള്ളത്, ഈ അടിയൊഴുക്ക് പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അടിയൊഴുക്ക് പ്രശ്നം തന്നെയാണ്, പക്ഷേ പരമാവധി ശ്രമം നടത്തും എന്ന് പറയുന്നുണ്ട്. അടിവശത്ത് എങ്ങനെ നിങ്ങൾ കാണും, ഈ കാഴ്ച നിങ്ങൾക്ക് പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാഴ്ചയുടെ പ്രശ്നം വരുന്നില്ല, കാരണം ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തി നോക്കുക, അത് വാഹനങ്ങളുടേതിന് തുല്യമായ രീതിയിലുള്ള എന്തെങ്കിലും അടിയിലുണ്ടോ എന്ന് കുത്തി നോക്കുക, ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഈ ഈശ്വർ മാൽപ്പെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രീതിയിൽ ഇന്ന് നദിയിൽ ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ ഒരു സ്കൂബ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ നദിയിൽ നാവികസേന ഇറങ്ങി, പക്ഷേ അടിയൊഴുക്കുള്ളത് കൊണ്ട് അവർ തിരികെ കയറിയിരുന്നു. ഇപ്പോൾ വീണ്ടും നാവികസേന അവിടെ പരിശോധന, നദിയിൽ തെരച്ചിൽ തുടരുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് തെരച്ചിൽ ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ കരയിലുള്ള സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ്. അത് ഇന്നും മാറ്റമില്ലാതെ മുറ പോലെ തുടരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ നമുക്ക് ഇവിടെ നിന്നുള്ളത്. പക്ഷേ അനുജ, ഇപ്പോഴും ഏറ്റവും ഒടുവിലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതാണ്, കൃത്യമായ ഒരു ധാരണ, ഒരു വിവരം ആരുടെയും പക്കലില്ല എന്നാണ് മനസ്സിലാകുന്നത്. സാങ്കേതികമായ ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്, ചില ആളുകൾ വന്നു പോകുന്നുണ്ട്. നേരത്തെ ഇന്ദ്രബാലനും സംഘവും വന്നിരുന്നു, അവർ ചില വിവരങ്ങൾ കൈമാറി. അതിനുശേഷം ഇപ്പോൾ ഒരു സ്കൂബ ടീം വരുന്നു, അവരും ഇനിയിപ്പോൾ അവരുടെ പരിശ്രമം നടത്തും. ചില മത്സ്യബന്ധന തൊഴിലാളികൾ ആ മേഖലയിൽ നിന്നുള്ളവർ വരുന്നുണ്ട്, അവരും അവരുടേതായ ശ്രമം നടത്തും.
ഇത്തരത്തിൽ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ശുഭകരമായ ആശ്വാസം നൽകുന്ന വാർത്തകൾ, വിവരങ്ങൾ ഇവിടെ നിന്നുമില്ല. അർജുൻ അതെ, എവിടെ? നിലവിൽ നടക്കുന്ന മറുപടിയില്ല. പരിശോധനകൾ ഏത് തരത്തിലാണ് എന്നതാണ് ശ്രീകാന്ത് വിവരിച്ചത്. അതിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു 8-അംഗ സ്കൂബ ഡൈവിംഗ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ ആ സ്ഥലം പരിശോധിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ നേവിയുടെ സംഘം അവർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘമുണ്ട്. അങ്ങനെ ആ തരത്തിലേക്കൊക്കെയുള്ള പരിശോധനകൾ അവിടെ നടക്കുമ്പോഴും മണ്ണ് മാറ്റുന്ന പ്രക്രിയയും അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പ്രതീക്ഷാനിർഭരമായ വാർത്തകളൊന്നും അവിടെ നിന്ന് വരുന്നില്ല ഈ 12-ാം നാളും എന്നതാണ്. ഞാൻ ഷഫീദ് റാവുത്തറിലേക്ക് കൂടി പോകുന്നു. ഷഫീദ്, ഇന്നലെയൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ടതാണ് ഫ്ലോട്ടിംഗ് പോൺടൂൺ എന്നുള്ള ആ ഉപകരണം കൊണ്ടുവരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിലും അനിശ്ചിതത്വം എന്ന വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് അതിൽ സാങ്കേതിക തടസ്സം എന്നുള്ളത് എന്താണ്? അനുജ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ സാങ്കേതിക തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ പുഴയിലെ അടിയൊഴുക്ക് അത് കുറഞ്ഞിട്ടില്ല, ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഫ്ലോട്ടിംഗ് അത് അങ്ങനെ ഘടിപ്പിക്കുകയാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് സ്റ്റഡിയായി നിൽക്കുക, അതല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്തുക എന്നുള്ളത് അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ സംയുക്ത തെരച്ചിൽ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് അത് അല്പസമയം മുൻപ് അതിന്റെ റിപ്പോർട്ട് വിവരങ്ങൾ കേരളത്തിൽ നിന്നെത്തിയ മന്ത്രിമാരോട് കർണാടക സർക്കാർ വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരെടുത്ത തീരുമാനത്തിലാണ് ഇങ്ങനെ ചില സൂചനകൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കൊണ്ടുവന്ന് ഇത് പ്രായോഗികമാക്കുക അത് ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം എന്നുള്ളൊരു സൂചന, അങ്ങനെ ഒരു വിലയിരുത്തൽ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നേവി സംഘം ഇതുമായി കൊടുത്ത ഇൻപുട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഫ്ലോട്ടിംഗ് പൊന്റൂണുകൾ കാർവാറിൽ നിന്ന് എത്തിക്കുന്നതിലും ചില തടസ്സങ്ങളുണ്ട്, ഇവിടേക്ക് എത്തിക്കുന്നതിലും തടസ്സങ്ങളുണ്ട്. അതെങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നദിയിലേക്ക് ഇറക്കും, നദിയിൽ ഇറക്കിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പൊന്റൂൺ പാലം, ഫ്ലോട്ടിംഗ് പൊന്റൂൺ പാലം, ഒരു ബ്രിഡ്ജ്, താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് നടക്കും. പക്ഷേ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഇങ്ങനെ ഒഴുക്കുള്ള ഒരു സമയത്ത് എങ്ങനെ ഫ്ലോട്ടിംഗ് പൊന്റൂൺ ബ്രിഡ്ജുകൾ നിർമ്മിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവർക്ക് മുൻപിൽ ഉയർന്നു. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് പൊന്റൂൺ ശ്രമം തൽക്കാലം ഉപേക്ഷിക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അവർ എത്തിയതായി നമുക്കിപ്പോൾ സൂചന ലഭിക്കുന്നത്. പക്ഷേ ആ സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാരുടെ സംഘം, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മന്ത്രിമാരുടെ സംഘം ഈ അപകടം നടന്ന സ്ഥലത്ത്, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ സംഘമാണ്. മന്ത്രി മുഹമ്മദ് റിയാസും പക്ഷേ ഇന്നലെ ഈ ഉപകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഷഫീദ്, അത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഡൈവേഴ്സിന്റെ ജീവന് കൂടി സുരക്ഷ നൽകുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. ശക്തമായ അടിയൊഴുക്കാണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് എങ്ങനെയാണ് ഇതൊരു സാങ്കേതിക തടസ്സം എന്ന തരത്തിലേക്ക്? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. അനുജ, കാർവാറിൽ നിന്ന് ഈ ഉപകരണം, അതായത് ഈ ഫ്ലോട്ടിംഗ് പൊന്റൂൺ ഇവിടേക്ക് എത്തിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. അത് ഇവർ ബന്ധപ്പെട്ടപ്പോൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കാർവാർ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് മൂവ് ചെയ്ത് എത്തിക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് കൊണ്ടുവന്നാലും അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അത് നേവി അത് പ്രതീക്ഷിക്കുന്നില്ല. നേവി കഴിഞ്ഞ ദിവസം ഈ തെരച്ചിലിനെ, ഈ രീതിയിലുള്ള തെരച്ചിലിനെ സ്വാഗതം ചെയ്തെങ്കിലും നേവി അതിനോടൊപ്പമുള്ള റിസ്ക് എലമെന്റ് കൂടി പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ സംയുക്ത തെരച്ചിൽ റിപ്പോർട്ടിലും നിലവിൽ ഇപ്പോൾ ഏത് തരത്തിലേക്കുള്ള ദൗത്യം നടത്തിയാലും ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എലമെന്റ് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫ്ലോട്ടിംഗ് പൊന്റൂൺ എന്നുള്ള സാധ്യത ഇപ്പോൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയെന്നുള്ള സൂചന. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ അപകട മേഖല ഇപ്പോൾ അവർ സന്ദർശിച്ച ശേഷം വീണ്ടും ഈ രക്ഷാദൗത്യ സംഘത്തിലെ തലവന്മാരുണ്ട്, നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ തലവന്മാരുണ്ട്, ഇവിടെ ചുമതലയുള്ളവരുണ്ട്. ആ ചുമതലയുള്ളവരോടുകൂടി അഭിപ്രായം തേടും. എന്നിട്ട് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കുക. നിലവിലിപ്പോൾ ഈ അവലോകന യോഗത്തിൽ ഉയർന്ന അഭിപ്രായം ഫ്ലോട്ടിംഗ് പൊന്റൂൺ അത് തിരിച്ചടിക്കും, അത് സാധ്യമല്ല, ആ ശ്രമം താൽക്കാലികമായി ഉപേക്ഷിക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഫ്ലോട്ടിംഗ് പൊന്റൂൺ അപ്പുറത്തേക്ക് ഈശ്വർ മൽപ്പ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സാധ്യത തേടുക. നിലവിലിപ്പോൾ അവർക്ക് ഡൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം അവിടെ പരിശോധിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു പരിശോധനകളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പ്രാഥമിക പരിഗണന അത് നൽകുന്നത് അത് ഈശ്വർ മൽപ്പയും സംഘവും അവർ റെസ്ക്യൂവിന് ഇറങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ഈശ്വർ മൽപ്പയെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഈ 3 നോട്ടിലേക്കൊന്നും താഴണ്ട, അതിന് മുകളിൽ ഈ അടിയൊഴുക്കുള്ളപ്പോൾ അണ്ടർ കറൻസ് ഉള്ളിടത്തൊക്കെ അവർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇപ്പോൾ പ്രധാനമായും തിരച്ചിലിന് പ്രാഥമിക പരിഗണന ഈശ്വർ മൽപ്പയ്ക്കും സംഘത്തിനും നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അനുജ, 8-അംഗ സംഘമാണ് മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണിവർ. അവർ അല്പസമയം മുമ്പ് 24-മായി സംസാരിച്ചു. ശ്രമകരമായ ദൗത്യമാണ്, പരമാവധി ശ്രമിക്കും എന്നാണ് ഈശ്വർ മൽപ്പയെ 24-നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഷിരൂരിൽ രക്ഷാദൗത്യത്തിന് പ്രാദേശികമായും ഇവിടെയുള്ള മറ്റ് മുങ്ങൽ വിദഗ്ധരെയും മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ സഹായം ജില്ലാ ഭരണകൂടം തേടിയിരുന്നു.
ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു അത്തരത്തിലൊരു റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കർണാടകയിലെ തന്നെ പ്രമുഖനായിട്ടുള്ളൊരു മുങ്ങൽ വിദഗ്ധനാണ്, റെസ്ക്യൂ ഡൈവറാണ് ഈശ്വർ മൽപെ ആണ് എൻ്റെ ഒപ്പം ചേരുന്നത്. ഇപ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇതാണ് അടിയൊഴുക്ക്, ഗംഗാവലി, മഡ് ഓൾസോ ദർ. എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്ലാൻ? ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരു എട്ട് പേരുണ്ട്. ഒരു 2-3 പേര് സ്കൂബ ഡൈവറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ SP പിന്നെ DSP അവർ കൂപ്പിട്ട് ഇവിടെ ഇന്ന വണ്ടി 11 ദിവസമായി കിട്ടിയില്ലെന്ന്. പിന്നെ ആൾ ഉള്ളുണ്ട്, പിന്നെ 3 പേര് സ്ഥലീയരുണ്ട്, അവർ കിട്ടിയില്ലെന്ന്. അപ്പം നമ്മൾ ഫോണാക്കി നമ്മൾ കുശലനഗർ മടിക്കേറിലിരുന്ന് അവിടെ ഒരു ബോഡി ട്രേസിന് പോയിട്ടുണ്ട് ഈ ടീം. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ നൈറ്റ് ഇങ്ങനെ വന്ന് കാലിൽ ഇപ്പോൾ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഗംഗവളി ഇത് തണ്ണി ഭയങ്കര സ്പീഡിൽ இருக்குது കറണ്ട്. ഒരു 60-70 ஸ்பீடில் ஒரு வண்டி எங்கே போகும் அதே ஸ்பீடில் ஒரு தண்ணி அது அத்தனை ஸ்பீடு உண்டு. கீழே வேலை பண்ணுறது நம்மள ஒருவோட புத்திமுட்டு என்ன പറഞ്ഞാൽ கீழே ஒரு கம்பி അത് എന്നെല്ലാം കിട്ടണം അത് ഞങ്ങൾ പർസൻ ചാനൽ നോക്കണം. പിന്നെ നമ്മൾ വേറെ എന്നോ നോക്കണമല്ലോ, കയ്യിൽ ഒരു എന്നെ ഇട്ടിട്ട് നോക്കണം, എന്തെങ്കിലും കമ്പിയെല്ലാം കുത്തുമല്ലോ, അതിനെ ഞങ്ങൾ ഹാങ്കർ ഇട്ടിട്ട് കീഴെ 3 ഹാങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ പോയിട്ട് ചളിയെല്ലാം ഇത് മഡ്ഡി இருக்குதല്ല അതിൽ ഒരു നീലാജല എന്ന് നമ്മൾ പറഞ്ഞ് കഷ്ടത്തിൽ നോക്കണം, ഞങ്ങൾ കണ്ണ് കാണാൻ വയ്യ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് പർസൻ ചാനലിൽ മുട്ടി എന്നു നോക്കിയിട്ട് തേടുന്നു. അപ്പോൾ ഒന്നുകൂടെ അവിടെ വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി അടുത്ത വേറെ അടുത്തുള്ള സാവടിച്ച് അവരുടെ ബോഡി കിട്ടി എന്നെങ്കിലും പറവില്ല, അത് എടുത്തിട്ട് ഞങ്ങൾ നമ്മളെ വേലുണ്ട് അതിന് ಖಂಡಿತವಾಗಿ ആക്കും. ഇവിടെ കളക്ടറും SP ഒക്കെ ആവശ്യപ്പെട്ടിട്ടാണ് കൂപ്പിട്ടിട്ടുണ്ട് അവർ. എങ്ങനെയാണ്, പ്രതീക്ഷയുണ്ടോ നിങ്ങൾ ഒരു പുഴയുടെ ഒരു ഗതിയൊക്കെ? ഇപ്പോൾ നോക്കുമ്പോൾ അത് ആൾക്കാരിൽ കേട്ടത് കീഴെ ഒരു 40 അടി 50 അടി ഉണ്ട്, ചിലയിടത്തിൽ ഒരു 10 അടി 20 അടി ഉണ്ട്. ഞങ്ങൾ നീരിൻ്റെ പ്രഷർ കറണ്ട് ദേശീയുണ്ട്. അപ്പോൾ സമയത്ത് നമ്മൾ ഒരു 3 ഹാങ്കർ ഇട്ടിട്ട് കീഴെ പോയിട്ട് കീഴെ തേടിക്കൊണ്ട് ബോഡി ഉണ്ട് അല്ല വണ്ടി ഉണ്ട് നോക്കാൻ ഞങ്ങൾ ഒരു നോക്കും. അത് നിങ്ങൾ അങ്ങനെ ഒരു സെർച്ചിങ് നടത്തും ആദ്യം? നോക്കും. ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ ഡൈവ് ആക്കും. ഫസ്റ്റ് നീരിന് പ്രഷർ എവിടെ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ആക്കും. ചളിയുണ്ട്, ഒത്തിരി ചളിയുണ്ട്. എപ്പോഴും പറഞ്ഞാൽ ഇപ്പം മഴ ജാസ്തിയല്ല, അത് മണ്ണ് കൂട്ടത്തിൽ കീഴെ പിന്നെ ആ മണ്ണ് ലൂസായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കെയർഫുള്ളായിട്ട് വേലാക്കും. ഇപ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ദൗത്യം എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം. അതിൽ ഈശ്വർ മൽപ്പയാണ് 24നോട് സംസാരിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അടിയൊഴുക്ക് ശക്തമാണ്, പക്ഷേ ഇത്തരം ദൗത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പരിചയമുണ്ട്, എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. 3 ബോട്ടുകളിൽ നങ്കൂരമിട്ടുള്ള പരിശോധന, കമ്പി പുഴയുടെ അടിയിലിട്ടുകൊണ്ടുള്ള പരിശോധിക്കും. അപ്പോൾ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ അർജുന ഉണ്ടോ എന്നൊക്കെയുള്ളതിലുള്ള പരിശോധനയാണ് ആദ്യം നടത്തുക. അതിനുശേഷമാകും സ്കൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങുക. അടിയൊഴുക്ക് പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കാഴ്ച പരിമിതി, വെള്ളം കലങ്ങി ഒഴുകുന്ന ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ നടക്കുന്ന പരിശോധനകൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അത് മണ്ണ് നീക്കിയുള്ള പരിശോധന, നാവിക സംഘം പുഴയിലുള്ള തെരച്ചിൽ നടത്തുന്നു, ഇതെല്ലാമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെയാണ് സ്കൂബ ഡൈവേഴ്സ്, മത്സ്യത്തൊഴിലാളികളൊക്കെ എത്തിയിട്ടുള്ളത്. അരുൺ പാറയ്ക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? നേരത്തെയൊക്കെ മഴയുടെ വാർത്തകൾ വന്നിരുന്നു, ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ്, പക്ഷേ അത് പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു സംഘം ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ട്. നിലവിൽ എങ്ങനെയാണ് ഏറ്റവും പുതിയ തെരച്ചിലിൻ്റെ വിവരങ്ങൾ? അനുജ, ഈ തെരച്ചിൽ ഇപ്പോൾ തുടർന്നു എന്നുള്ളതാണ്. തെരച്ചിലിനായി സ്കൂബ ടീമും അതുപോലെ തന്നെ NDRFിൻ്റെ ടീമുമൊക്കെ ഈ പുഴയിലേക്ക് ഇറങ്ങി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ബോട്ട്, അതായത് ഈ സ്കൂബ ടീം ഇറങ്ങിയ ബോട്ട് പുറകിലേക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ തള്ളുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടീമുകളാണ് ഈ ബോട്ടിൽ ഈ നദിയിലേക്ക്, അതായത് ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് മന്ത്രിമാരായ AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം MLA-മാരുൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു. ജില്ലാ കളക്ടർ എത്തിയിരുന്നു, SP ഉണ്ടായിരുന്നു. അവർ ഈ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂബ ടീമും അതുപോലെ തന്നെ NDRFിൻ്റെ ടീമും ഒക്കെ ഈ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഒരുപക്ഷെ ഇതിൻ്റെ ഒഴുക്ക് ഒന്നുകൂടി പരിശോധിക്കുകയായിരിക്കാം. ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ തെരച്ചിൽ തുടരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിനായി ഇറങ്ങിയതായിരിക്കാം. ഇന്ന് രാവിലെയും ഒരു സംഘം ബോട്ടിൽ ഇറങ്ങി ഈ നദിയിൽ നിന്ന് കയറിയിരുന്നു. ഇപ്പോൾ ഈ സ്കൂബ ടീം ഇറങ്ങി അവർ തിരിച്ച് പോയിട്ടുണ്ട്. എന്തായാലും
അല്പസമയത്തിനകം തന്നെ ഈ തെരച്ചിൽ ഏകദേശം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഘം ഇപ്പോഴും ഈ സ്ഥലത്ത്, അതായത് ഈ ലോറി കിടക്കുന്നു എന്ന് കണ്ടെത്തിയ ആ പോയിന്റിൽ അവിടേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ അതിനടിയിലേക്ക്, നദിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അടിയൊഴുക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്നതിനെ മന്ത്രിമാർ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർ അപകട സ്ഥലം സന്ദർശിച്ചിരുന്നു, അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. അർജുൻ്റെ കുടുംബാംഗങ്ങൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആ പ്രകടിപ്പിച്ച ആശങ്കയുടെ ഭാഗമായി ജില്ലാ കലക്ടറുമായി ഒരു ചർച്ച നടത്തുകയും അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തന ഘട്ടത്തിലൊന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി 3 പാസ് 3 പേർക്ക് നൽകാൻ ജില്ലാ കലക്ടർ തീരുമാനിച്ചു. പിന്നെ പോലീസുമായി ചില വിഷയങ്ങളുണ്ടായിരുന്നു. പോലീസുമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ പരിഹാരം കാണാൻ ആദ്യം ഞങ്ങൾ SP-യുമായി ചർച്ച ചെയ്തു. SP-യുമായി ചർച്ച ചെയ്തതിന് ശേഷം കുടുംബാംഗങ്ങളും SP-യും എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്, അതുൾപ്പെടെ ചർച്ച ചെയ്തു. അതും ഒരു പരിഹാരം കണ്ടു പോകാൻ എല്ലാവരും ഒരു ടീമായി നിന്ന് പോകുന്നത് പോലെ പോകണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി. ഇന്ന് രാവിലെ ഒരു 10-10:30 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. മീറ്റിങ്ങിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസവും പ്രശ്നമുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കലക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കലക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം, എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേവിയുമായി ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കർണാടക ഗവൺമെൻറ്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ, ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട്. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അവരൊരു 8-അംഗ സംഘമുണ്ട്. ആ 8-അംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ ആ കാര്യം പറയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു. തഗ് ബോട്ട് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? തഗ് ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും. ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തഗ് ബോട്ടിൻ്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തഗ് ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കദംബ നേവൽ ബേസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫ്ലാഗ് ഓഫീസറുമായി ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും സാധ്യതകൾ നേവൽ ബേസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ, നമുക്കറിയാം രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട്. അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അതിനിടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനിയായ ജില്ലാ കലക്ടർ ശ്രദ്ധപ്പെടുത്തി. ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി. അതിൻ്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ
മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചു. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഈ നാട്ടറിവുകൾ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ഖലാസികളെ പോലെയുള്ള ഇവരെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇത് അതുൾപ്പെടെ, അതും തഗ് ബോട്ടിന്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരിശോധിക്കും. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റ് സംവിധാനങ്ങളുടെ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കും. അല്ല, അത് കലക്ടർ പറയും. അതുമായി ബന്ധപ്പെട്ട് കലക്ടർ പറയും. ഇന്നലെ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചയിച്ചതായിരുന്നു. അതിൽ ചെറിയ തടസ്സം വന്നു. അപ്പോൾ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രയാസം രാവിലത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു. ഒരു തരത്തിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല. പാന്തൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കലായ ചില പ്രശ്നമാണ് അവർ പറയുന്നത്. എന്തായാലും അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടല്ല, അത് അവിടെ DC അത് കൂടുതൽ വിശദീകരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സം ഇഷ്യൂസ് റിഗാർഡിംഗ് പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പാന്തൂൺ DC വിൽ അതിലാണ് ഒരു പ്രധാന സ്ഥാനം. ഇവിടെയുള്ള നേവൽ ബേസ് ആണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രാജ്യത്തെ ഏതെങ്കിലും നേവൽ ബേസിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ ടീമിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായം പൊതുവെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അതിന്റെ കാര്യങ്ങൾ നേരത്തെ സാധ്യമായ എല്ലാ സാധ്യതകളും പരിഗണിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് റിയാസ് പറയുമ്പോൾ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് ഷിരൂരിലെ ഡ്രോൺ പരിശോധനാ റിപ്പോർട്ടിലുള്ള വിവരങ്ങളാണ്. സ്പോട്ട് 4-ൽ ട്രക്കുണ്ട് എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഡ്രോൺ പരിശോധനാ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയായാണ് ഇപ്പോൾ ഈ ട്രക്കുള്ളത് എന്നതാണ്. സ്പോട്ട് 4-ലാണ് ട്രക്കുള്ളത് എന്ന സ്ഥിരീകരണം, അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ സ്പോട്ട് 4, ഇന്നലെ സ്പോട്ട് 3-ഉം 4-ഉം കേന്ദ്രീകരിച്ച് ശക്തമായ സിഗ്നൽ ഉണ്ട് എന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്പോട്ട് 4-ൽ കൃത്യമായി തന്നെ ലോറി ഉണ്ട് എന്നതിന്റെ സ്ഥിരീകരണമാണോ പുറത്തു വന്നത്? അനുജ, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഡ്രോൺ പരിശോധന, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറും സംഘവും നടത്തിയ ഡ്രോൺ പരിശോധനയുടെ കൺസോൾഡേറ്റഡ് റിപ്പോർട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെയല്ല, സ്പോട്ട് 4-ലാണ് ട്രക്ക് സാന്നിധ്യവും ട്രക്കും കണ്ടെത്തിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഈ നദിയുടെ കരയിൽ നിന്നും 132 മീറ്റർ നദിയിലേക്കുള്ള ദൂരമാണ്. ആ ദൂരത്തിലാണ് സ്പോട്ട് 4 എന്നുള്ള കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവയാണ്. ട്രക്കിന് ഭാഗികമായി തകരാർ സംഭവിച്ചു എന്നുള്ള കണ്ടെത്തൽ അത് ഡ്രോൺ പരിശോധനയിൽ നടത്തിയിട്ടുണ്ട്. ട്രക്കുള്ളത് ചെളിയിൽ പൂഴ്ന്ന നിലയിൽ, ഈ വലിയ കല്ലുകളും മണ്ണുകളും ഒക്കെ ട്രക്കിന്റെ മുകളിൽ അടിഞ്ഞു കിടക്കുന്നു എന്നുള്ള കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡ്രോൺ പരിശോധനയിൽ നടത്തിയിട്ടുണ്ട്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ വിശദമായ വിവരങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അനുജ, CP4 എക്സിബിറ്റ് സിഗ്നേച്ചേഴ്സ് ക്ലോസസ്റ്റ് ടു എ ട്രക്സ് ഫോം ആൻഡ് ഫാക്ടർ. അതായത് സ്പോട്ട് 4-ൽ CP4-ലാണ് ഡ്രോൺ പരിശോധനയിൽ വിദഗ്ധ ഡ്രോൺ പരിശോധന, അത് തെർമൽ സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. മാത്രവുമല്ല റഡാറിന്റെ കൂടുതൽ ആധുനിക വേർഷൻ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. ആ പരിശോധനയിൽ സ്പോട്ട് 4-ൽ ട്രക്ക് സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പോയിന്റായി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, ഒബ്ജക്റ്റ് ഈസ് ലൈക്ലി എംബഡഡ് ഇൻ സ്ലാൻഡ് ഫോർമേഷൻ വിത്ത് എർത്ത് ആൻഡ് റോക്ക് ഡെപ്പോസിറ്റ് ആൻഡ് ക്യാബിൻ ലൈക്ലി അപ്വേർഡ്സ് വിത്ത് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് പാർഷ്യൽ ഡാമേജ്. അതായത് ട്രക്കിന് ഭാഗികമായി തകരാർ സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് വലിയ കല്ലുകൾ, മണ്ണുകൾ, ചെളിയിൽ, ആ ചെളിക്കടിയിലാണ് ഈ ട്രക്ക്
ട്രക്ക് എന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ ഇന്ദ്രബാലനും സംഘവും നടത്തിയ ആ ഡ്രോൺ പരിശോധനയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും വിദഗ്ധ പരിശോധനയിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് ഹ്യൂമൻ ഫോം could not be ascertained with surety due to dielectric data bank constraints. അതായത് പരിമിതികളുണ്ടെങ്കിലും നിലവിലിപ്പോൾ അവർ നടത്തിയ പരിശോധനയിൽ സജീവ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. തെർമൽ ഇമേജറി ഡിഡ് നോട്ട് റിവീൽ ദ പ്രസൻസ് ഓഫ് വാം ഒബ്ജക്ട്സ്. ദിസ് ഡസ് നോട്ട് മീൻ ദ ആബ്സെൻസ് ഓഫ് ഹ്യൂമൻ ഫോം. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അതായത് ചില പരിമിതികളുണ്ട്, പക്ഷേ അവരുടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ഈ തെർമൽ ഇമേജറി സംവിധാനമടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടാണ് അവലോകന യോഗത്തിൽ അവതരിപ്പിച്ചത്. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഈ കാർവാർ DC അവർക്ക് ഔദ്യോഗികമായി കൈമാറിയതും ഈ റിപ്പോർട്ടാണെന്നുള്ള കാര്യം ഉറപ്പ്. CP3, CP2 ആൻഡ് CP1 ഹാവ് എ ലെസർ പ്രോബബിലിറ്റി ഇൻ ദാറ്റ് ഓർഡർ. റിലവന്റ് ഇൻഫർമേഷൻ ഓൺ ദീസ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ്. അതായത് ഈ CP1, CP2, CP3 അവിടെ നിന്ന് അവർക്ക് അത്ര കാര്യമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം സ്പോട്ട് 4-ൽ, അതായത് നദിയുടെ കരയിൽ നിന്ന് നദിയിലേക്ക് 132 മീറ്റർ മാറിയുള്ള സ്ഥലത്ത് ട്രക്ക് സാന്നിധ്യം സ്പോട്ട് 4-ൽ കണ്ടെത്തി. അത് ഉറപ്പിക്കുന്നു ഡ്രോൺ പരിശോധനാ സംഘം. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അല്പസമയം മുൻപ് കണ്ട മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇനിയിപ്പോൾ പരിശോധന നടത്തുന്നത് സ്പോട്ട് 4 കേന്ദ്രീകരിച്ചായിരിക്കും. അതിലെ വിശദമായിട്ടുള്ള ഇമേജ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഇമേജിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിലൊന്ന് 132 മീറ്ററാണ് CP4-ലേക്കുള്ള ദൂരം. അത് നമുക്ക് കാണാം. ആ മൺകൂനയ്ക്ക് സമീപത്തായിട്ടാണ് ആ മൺകൂന, അതായത് നദിക്കരയിൽ നിന്നും മൺകൂനയ്ക്ക് തൊട്ടരികിലായി ഒരു റൈറ്റ് വശത്തായി ആ CP4 അവർ മാർക്ക് ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ ദൂരം അത് കണ്ടെത്തിയത് 65 മീറ്റർ ആയിരുന്നു. അത് CP2 ആണ്. പക്ഷേ അവിടെ കാര്യമായി ഒന്നും കണ്ടില്ല, അവരുടെ സിഗ്നൽ കാര്യമായി ഒന്നും റിസീവ് ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം, ആ ഇമേജ്, ആ ഡേറ്റ കളക്ഷൻ അനാലിസിസ് ഇമേജ് തന്നെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമായി നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാലും CP4 കേന്ദ്രീകരിച്ച് ഉറപ്പിക്കുന്നുണ്ട് ശിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങൾ നടത്തിയ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ട്രക്ക് എവിടെയാണ് എന്നതിന്റെ കൃത്യമായ വിവരം, സ്ഥിരീകരിച്ച വിവരം ഇതാദ്യമായാണ് പുറത്തു വരുന്നത്. CP4-ൽ, അതായത് സ്പോട്ട് 4-ലാണ് ട്രക്ക് ഉള്ളത് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. ഭാഗികമായി ട്രക്കിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ചെളിയിൽ പൂണ്ട നിലയിലാണ്. വലിയ കല്ലും മണ്ണും എല്ലാം ട്രക്കിന് ഇടയിലുണ്ട്. അതിനടിയിലാണ് ട്രക്ക് കിടക്കുന്നത് എന്നതാണ്. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തേർമൽ സ്കാനിങ്ങിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട വിവരം ഡ്രോൺ പരിശോധനയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 സ്പോട്ടുകളാകെ കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നത്. പക്ഷേ അപ്പോഴും CP3-ലും ശക്തമായ ലോഹ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ വിവരങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് CP4-ൽ തന്നെയാണ് കൃത്യമായി ട്രക്ക് ഉള്ളത് എന്നതാണ്. ഇനിയിപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്കാണ് സ്കൂബ ഡൈവേഴ്സും ഒപ്പം മറ്റ് മുങ്ങൽ വിദഗ്ധരും നാവികസേനയുടെ സംഘവും ഒക്കെ എത്തുക. അങ്ങനെ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് വരും മണിക്കൂറിൽ, വരും മിനിറ്റിൽ തന്നെ നീങ്ങാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സാങ്കേതിക വിദ്യ, അതിലൂടെയുള്ള പരിശോധന, അതിലിപ്പോൾ കൃത്യമായ ചില വിവരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു.